വൈകിട്ട് എന്ത് ചെയ്യും കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഭയങ്കര ഇതാണ് ഭയങ്കര പക്ഷെ അങ്ങനൊരു ശീലം ഇവിടെ ഇല്ലായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രാത്രി മീറ്റിങ്ങിൻ്റെ ഒരു എന്താണ് ഒരു വ്യാപാരം. അതുകൊണ്ട് എല്ലാവർക്കും രാത്രി മീറ്റിങ്ങിന് കേൾക്കുമ്പോൾ എന്താണ് വായനമുള്ളവരുണ്ട്. ഈസിയായിട്ട് വന്ന് പോകാൻ പറ്റിട്ട് മറ്റു തിരക്കുകളൊന്നും ഇല്ലാതെ വന്ന് സംബന്ധിച്ച് മീറ്റിങ്ങിന് എന്ത് ചെയ്യാം പറ്റുന്നവർക്കുണ്ട്. ദൂരമുള്ളവരും വായന ഇല്ലാത്തവർക്കും പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം അറിയാം. രാത്രി വായനകളൊന്നുമില്ല. പക്ഷെ വായനമുള്ളവരും സൗകര്യമുള്ളവരും സമയമുള്ളവരെയൊക്കെ എന്താണ് ഉണ്ട്. പക്ഷെ അവരത് എന്ത് ചെയ്യുന്നില്ല. വലിയ മാറ്റം എന്ത് ചെയ്യട്ടെ. പക്ഷേ ഗസ്റ്റ് ഉണ്ടെങ്കിൽ വന്നേ കേട്ടോ. ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ നമ്മുടെ ഗസ്റ്റുകളുടെ എക്സാമിനൊക്കെ ഇവിടെ എന്താണ് ഇത് മാക്സിമം സൂപ്പർ പേരോടെ അകലൊക്കെ മീറ്റിംഗ് പ്രാർത്ഥനയ്ക്ക് സൗകര്യങ്ങളെല്ലാം നല്ലവരെയൊക്കെ എന്താണ് നിറവിരിക്കുക. ദൈവം ഈ സ്തുതിക്കൊക്കെ ഒരു മാറ്റം വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സമയം വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നത് സമയങ്ങളാണ്. എങ്കിലും അവര് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വന്നു എല്ലാവരും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് ഇടിയായി തീർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഉപവാസ പ്രാർത്ഥനകളൊക്കെ വലിയ വിടുതലായി വലിയ വിടുതലായി അനുഗ്രഹമായിട്ട് മാറും. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് പ്രധാനമായിട്ട് സഭയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന സഭയുടെ വിശുദ്ധീകരണം. അതാണ് നമ്മൾ എന്താണ് ഒരു സബ്ജക്റ്റായി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനായിട്ട് സഭയ്ക്കകത്ത് നയിക്കുന്ന വിശുദ്ധയും ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് സഭയാണ്. തെറ്റുകളൊക്കെ സംഭവിക്കാം. പക്ഷേ അതിന് ക്ഷമ ചോദിച്ച് അതിനെന്ത് ചെയ്യണം. ഒരു വീടായിട്ട് വീട്ടിലായിട്ട് ഒരു 4 പേരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ പാഠം അറിയാം. 4-5 പേര് ഒരു വീട്ടിലെ അല്ലേ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടുണ്ട്. അത് പറയുമ്പോൾ വേറെ മാറ്റം. പക്ഷെ അവരെ ഒന്ന് ഐക്യതയിലൂടെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് പാടാ സഭയുടെ സ്ഥിതി. പക്ഷേ എല്ലാം ഉണ്ടാവുമ്പോഴും സ്നേഹത്തിന്റെ ആത്മാവിൽ, വിശുദ്ധിയുടെ ആത്മാവിൽ, ക്ഷമയുടെ ആത്മാവിൽ, ഹല്ലേലൂയ കരുതലിന്റെ ആ ആത്മാവിൽ എല്ലാവരും ഒരേപോലെ ആത്മീയമായിട്ട് പറഞ്ഞാൽ സാധിക്കും. എന്നെ പോലെ എല്ലാവരും വളർന്നോട് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെ പോലെ എല്ലാവരും അവനോട് ചിന്തിച്ചാൽ അസാധ്യമാണ്. ആത്മാവിൽ ബലത്തിലുണ്ട്. പക്ഷെ അത് തള്ളിക്കളയാൻ കഴിയുന്നില്ല. സാധിക്കും. ചേർത്ത് പിടിക്കേണ്ട സമയങ്ങളിൽ ചേർത്ത് അവരെ തള്ളിക്കളയാൻ കഴിയുന്നില്ല. നമ്മൾ തിരിച്ചറിയും. അത് നമ്മൾ എല്ലാവരും ആത്മാവിൽ തിരിച്ച് ശ്രദ്ധിക്കും. ഒരു വാക്യം സംഗീത പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വചനമാണ്. ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു. അറിയവേ സ്തോത്രം.
തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. ആ വചനം നിങ്ങൾ ചിന്തിച്ചിട്ട് യഹോഭക്തനെ തനിക്ക് ദൈവത്തിന് വേണ്ടി ദൈവഭക്തനെ എതിർക്കാണ് വേർതിരിച്ചിരിക്കുന്നു. സെപ്പറേഷൻ ചെയ്ത് എന്തിനാ നിർത്തിയിരിക്കുന്നത്? ഈ ലോകത്തിലെ പോലെയുള്ള മനുഷ്യനല്ല യഹോഭക്തന്മാർ. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഈ ലോക മനുഷ്യനെ പോലെ അല്ല. അവർ ദൈവത്തിന് സ്പെഷ്യലാണ്. അവർ ദൈവത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യാണ്? വിളിക്കപ്പെട്ട് വേർതിരിച്ചിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടിയല്ല. ലോകത്തിന് വേണ്ടിയോ ലോകത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയോ അല്ല. നമ്മൾ തിരിച്ചറിയണം, നമ്മെ ദൈവം സെപ്പറേറ്റ് ആക്കി നിർത്തിയിരിക്കുന്നത്. നമ്മെ ദൈവം വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത് മറ്റ് സമൂഹത്തിൽ നിന്നും, മറ്റ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും, നിങ്ങളുടെ ദേശത്ത് നിന്നും, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നിന്നും നിങ്ങളെ ദൈവത്തിലേക്കാണ് വേർപെടുത്തി ദൈവം നിർത്തിയിരിക്കുക. ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം വേർതിരിക്കുന്നു. അത് തന്നെയാണ് ഭക്തന്മാരെ വേർതിരിച്ച് ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആ പർപ്പസിന് വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നമ്മെ വേർതിരിച്ചതിന് ദൈവത്തിന് എന്തുണ്ട്? ഉദ്ദേശം. വേർതിരിച്ചത് നമ്മെ വിളിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നമ്മെ വേർതിരിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നമ്മൾ തിരിച്ചറിയണം. ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്? ദൈവം എന്തിനാ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? നമ്മളോട് തിരിച്ചറിയണം. ഓരോരുത്തരെയും ദൈവം വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? വ്യത്യസ്തമാണ്. യാക്കോബിനെ വിളിച്ചതുപോലെ അല്ല പത്രോസിനെ വിളിച്ചത്. പത്രോസിനെ വിളിച്ചതുപോലെ അല്ല യോഹന്നാനെ വിളിച്ചത്. യോഹന്നാനെ വിളിച്ചതുപോലെ അല്ല മറ്റൊരുവനെ വിളിച്ചത്. യൂദയെ വിളിച്ചതുപോലെ അല്ല തോമസിനെ വിളിച്ചത്. എല്ലാവരെയും വിളിച്ച ഒരുവനാണ്. പക്ഷെ എല്ലാവരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം വ്യത്യസ്തമാണ്. എല്ലാവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശം വ്യത്യസ്തമാണ്. വിളിച്ചത് ശരിയാണ്, വിളിച്ചത് ഒരുവനാണ്, ലക്ഷ്യവും ദൈവത്തിനുണ്ട്. പക്ഷെ നമ്മെ എന്നെ വിളിച്ചതിന്റെ, നിങ്ങളെ വിളിച്ചതിന്റെ ഉദ്ദേശം ദൈവം വിളിച്ച് ദൈവം നമുക്കൊരു ജോലി നൽകി, ഒരു കമ്പനിയിൽ ഒരു ജോലി നൽകിയിരിക്കുകയാണ്. ആ ജോലിയിൽ ദൈവത്തിനൊരു ഉദ്ദേശം. ദൈവം നമ്മൾ എത്ര പഠിച്ച് എഞ്ചിനീയറിംഗും നേഴ്സിംഗും ഒക്കെ എടുത്ത് നിൽക്കണം, ഡോക്ടേഴ്സും ഒക്കെ പഠിച്ച് നിൽക്കണം, ജോലിയില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്. ആയിരുന്നുണ്ടാവും ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ സമയത്ത് നമ്മെ ഒന്നുമില്ലാതെ നമുക്ക് നമ്മെ വലിയ ജോലി തന്ന ദൈവം നമ്മെ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ദൈവത്തിന്റെ ഉദ്ദേശമില്ല. അത് ദൈവത്തിന് പറഞ്ഞില്ല. ഇനി ജോലി ഇല്ലാതെ നിർത്തിയിരിക്കുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് നമ്മെ അതിനോട് കർത്താവ് വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ കുറിച്ച് ദൈവത്തിന് നിർദ്ദേശമുണ്ട്. യഹോവ ഭക്തനാണോ അവനെ ദൈവം എതിർക്കാതെ വേർപെടുത്തി നിർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. 2 തിമോഥെയോസിന്റെ ലേഖനം 2:19 ഗലാത്യർ 4:9 2 തിമോഥെയോസ് 2:19. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു.
യഹോവ തനിക്കുള്ളവരെ അറിയുന്നു. അറിയുന്നു എന്നും ഉച്ചരിക്കുന്നതെല്ലാം അനീതി വിട്ട് മുദ്ര. അപ്പോൾ ദൈവം നമ്മെ വേർപെടുത്തി വെച്ചിരിക്കുമ്പോൾ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മെ കർത്താവ് ചെയ്യുന്നു അറിയുന്നു. നമ്മളുള്ള ദൈവത്തിന്റെ ദൂതാണ് അനീതി വിട്ടവൻ എന്ത് ചെയ്യട്ടെ മാറിക്കൊള്ളട്ടെ. അതിന്റെ മുദ്ര. ദൈവത്തിന്റെ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ ഭക്തന്മാർ അനീതി വിട്ട് എന്ത് ചെയ്യണം? അനീതി വിട്ടുമാറി. അത് യഹോവയുടെ ഭക്തന്മാരുടെ ഇതല്ല, അവരുടെ ക്വാളിഫിക്കേഷൻ അതല്ല. അത് ഈ ലോകത്തിലുള്ള ക്വാളിഫിക്കേഷനാണ് അനീതി ചെയ്യുക. പക്ഷെ നമ്മളെ ദൈവം അനീതി വിട്ട് നമ്മോട് ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. പ്രധാനമന്ത്രിക്ക് നമുക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന്റെ പേരറിയാം, അദ്ദേഹത്തിന്റെ സ്ഥാനം അറിയാം, അദ്ദേഹത്തിന്റെ ജനിച്ചതറിയാം, എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹത്തിന് നമ്മെ അറിയാം? അറിയാമോ? അദ്ദേഹത്തെ നമ്മെ അറിയത്തില്ല. നമുക്ക് അദ്ദേഹത്തെ എന്ത് ചെയ്യാം? അറിയാം. ട്രംപിനെ നമുക്കറിയാം, അറിയത്തില്ലേ? നമ്മെ അറിയാമോ? നമ്മെ അറിയത്തില്ല. ഇവിടുത്തെ എന്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് നമുക്ക് മുഖ്യമന്ത്രി അറിയാം, പക്ഷെ അദ്ദേഹത്തിന് നമ്മെ എന്ത് ചെയ്തില്ല? നമ്മളെന്താ നമ്മുടെ പേരും അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത്. എവിടെ താമസിക്കുന്നത് പോലും നമ്മളെ കണ്ടിട്ട് പോലും ദൈവം നമ്മെ അറിയുന്നു എന്ന് പറയുന്നു. നാം ദൈവത്തെ മാത്രം അറിയല്ല, നാം ദൈവത്തെ അറിയുന്നില്ല. നാം ദൈവത്തെ അറിഞ്ഞല്ല, നാം ദൈവത്തെ അറിയുന്നു എന്ന് മാത്രമല്ല, മഹാനായ ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുന്നു. മഹാനായ ദൈവം നിങ്ങളെ അറിയുന്നു എന്ന് പറയുമ്പോൾ കോടി ജനങ്ങളുടെ നടുവിൽ നമ്മെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോൾ അതിന്റെ മഹത്വം വലുതാണ്. അതിന്റെ മഹത്വം എത്ര വലുതാണ്. ഇത് പകൽ നമ്മൾ മാത്രം അറിയുന്ന ഒരു ദൈവത്തെ അല്ല, നമ്മെ അടുത്തറിയുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. വ്യക്തിപരമായി നമുക്കറിയാം. ദൈവത്തിന്റെ ഗുണങ്ങളും ദൈവത്തിന്റെ ഭാവങ്ങളും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ഇതൊക്കെ നമുക്ക് എന്ത് പക്ഷേ പ്രധാനമന്ത്രിയുടെ അറിയുന്ന പോലെ അല്ല, അതിനപ്പുറമായിട്ട് നമ്മെ കുറിച്ച് നമ്മുടെ ദൈവത്തിൽ പേരറിയാം, നമ്മുടെ അഡ്രസ് അറിയാം, നമുക്ക് നമ്മുടെ ബലഹീനതകൾ അറിയാം, നമ്മുടെ ഗുണങ്ങൾ അറിയാം, നമ്മുടെ ക്യാരക്ടർ അറിയാം, നമുക്ക് തലമുടികളെ ദൈവത്തിന് അറിയാം, സകലം ദൈവത്തിന്. അപ്പൊ ചിന്തിച്ചു നോക്കി, ആ സർവശക്തനായ ദൈവം പറയണു, ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുന്നു, നീ എന്റെ ഭക്തനാണ്, വേർതിരിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നത്. ഒരു ചിന്തിച്ചു നോക്കി എത്രമാത്രം ആഴമാണ് നഗരത്തിലുള്ളത്. ഓടിക്കൊള്ളട്ടെ, അകന്നു കൊള്ളട്ടെ. ശ്രദ്ധിക്കൂ, ഇപ്പോഴോ ദൈവം നിങ്ങളെ അറിഞ്ഞു, നാം ദൈവത്തെ അറിഞ്ഞു, ശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞു. സ്തോത്രം. നമ്മളുടെ അറിവ് മാത്രമല്ല, നമ്മൾ ദൈവത്തെ അറിഞ്ഞു, നമ്മളെ അറിഞ്ഞു. 4:9. അപ്പൊ ശ്രദ്ധിച്ചു നോക്കി, ഈ അറിവ് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള അറിവ്. പക്ഷെ ഈ ലോകത്തിൽ അതില്ല കേട്ടോ. ഈ സമയമുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം അറിയാം.
പക്ഷെ മറ്റുള്ള സഭകളൊക്കെ നമുക്ക് അറിയണമെന്ന് ഇല്ല, നിർബന്ധമില്ല. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്കറിയാം, പക്ഷെ മറ്റുള്ളവരെ അറിയണമെന്ന് നിർബന്ധമില്ല. അതിൽ പക്ഷെ ഈ ദൈവം സാക്ഷാൽ അവൻ നമ്മൾ അവനെ അറിഞ്ഞു, അവൻ നമ്മെ അറിഞ്ഞു. പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവർക്ക് പുതുതായി രക്ഷിക്കുന്നത് എങ്ങനെ? സ്തോത്രം. ദൈവത്തിന് നമ്മെ അറിയാം, നമ്മെ വിളിച്ച ആ അവസ്ഥ ദൈവത്തിന് അറിയാം. പിന്നെ നമ്മളെന്ത് ചെയ്യരുത്? ആദ്യ പാഠങ്ങളിലേക്ക് പോകരുത്. നിന്ദയും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് നമ്മൾ പോകരുത്. കാരണം ദൈവത്തിന് നമ്മെ അറിയാം, നമ്മൾ ദൈവത്തിനെ അറിയാം. ആ ദൈവത്തിന്റെ പ്രത്യേകത ദൈവത്തെ ആരാധിക്കാൻ പലയിടത്തും ആളുകളുണ്ടോ? ആ ദൈവത്തെ ഈ വ്യക്തിയെ അറിയാം, ഈ പുള്ളിയെ അറിയാം. ദൈവത്തിനോട് പലയിടത്തും എന്തെയ്യുന്നുണ്ട്? ദൈവത്തെ ആരാധിക്കാൻ കേന്ദ്രങ്ങളിലൊക്കെ എന്തെയ്യുന്നു? പല പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, അത് പൊതുവിൽ അങ്ങനെ എന്തെങ്കിലും പാടില്ല. അത് പലയിടത്തും പല ദൈവത്തെ തേടിയിരുന്നു. പക്ഷെ ആ ദൈവത്തിന് ആ വ്യക്തിയെ അറിയാം. നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ ദൈവത്തെ അറിഞ്ഞു, നമ്മളെ ദരിദ്രമായ ആദ്യ പാഠങ്ങളിലേക്ക് നമ്മൾ പോകരുത്. നമ്മളെ അതിൽ നിന്നാണ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്, അതിൽ നിന്നാണ് ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ലേഖനം അപൂർവം. മാത്രമല്ല ദൈവത്താൽ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ഭക്തന്മാർ അപൂർവമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ പലരും എന്തല്ല, ഭക്തന്മാരല്ല. ചേരയാണോ പാപ്പാണോ അറിയാൻ വേണ്ടി മണ്ണിടും. പാമ്പാണെങ്കിൽ എന്ത് ചെയ്യും? തല എങ്ങനെ എടുത്തു പോകും. ചേരയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഓടി ഇല്ലേ? ഈ ഭക്തനെന്ന് പറയുമ്പോൾ അവസരം വരുമ്പോൾ ഇങ്ങനെ തലയെടുത്ത് കൂട്ടി അവസരം വരാതിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അതല്ല ഭക്തന്റെ സ്വഭാവം. ഭക്തൻ എന്ന് പറയുമ്പോൾ അവസരം വന്നാലും അവസരം വന്നില്ലെങ്കിലും, വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്താണ് ഭക്തൻ. അവസരം കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട്. അവസരം കിട്ടിയിട്ടും ഇല്ല, ഞാൻ എന്റെ ദൈവത്തോട് ചെയ്തു പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് യോസഫിനെ പോലെ ചാൻസ് കിട്ടിയതല്ലേ? ചാൻസ് കിട്ടിയതല്ലേ? അപ്പോൾ അങ്ങനെ തീരുമാനമെടുത്ത ഭക്തന്മാരുണ്ട്. ചാൻസ് കിട്ടാത്തത് കൊണ്ട് അവൻ ചെയ്യാനുള്ള ചാൻസ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ടായിട്ടും എല്ലാ സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ടായിട്ടും ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്തു തെറ്റ് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തോടുകൂടി അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും എന്റെ മുമ്പിലൂടെ തെറ്റിപ്പോകാമായിരുന്നു. പക്ഷേ എന്റെ ദൈവത്തോട് എനിക്ക് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്റെ ദൈവത്തോട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മാറിക്കൂടാ. ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു. ദൈവത്തെ മാർച്ചനൊന്നും ചെയ്യാൻ കഴിയില്ല.
സ്തോത്രം സ്തോത്രം. അതിനകത്ത് വേറെ ആരുമില്ല. ഭക്തനല്ല. Praise the Lord. ആരെയും കോപിക്കാൻ, ദേഷ്യപ്പെടാൻ, വഴക്കുണ്ടാക്കാൻ, കലമുണ്ടാക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്തു? അതിൽ നിന്നൊക്കെ ദൈവകൃപയാൽ ഒഴിഞ്ഞു മാറി. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഒഴിഞ്ഞു മാറി. ദൈവത്തിന്റെ കൃപയാൽ ഒഴിഞ്ഞു മാറി. അതിലൊന്നും വീഴാതെ ദൈവം നമ്മെ ചെയ്തു. വില കൊടുക്കുന്നവരാണ്. ദൈവത്തെ അനുസരിക്കണം. ദൈവത്തിന്റെ ഭക്തന്മാർ അപൂർവമാണ്, ലേറാണ്. അവരുടെ ദൈവത്തിന്റെ അവരെ ദൈവത്തെ സ്നേഹിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും ദൈവം അവരെ എന്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ്. ഭക്തന്മാർ എന്താണ്? അതിൽ സൂര്യകാന്തി പുഷ്പം പോലെ അവർ വ്യത്യസ്തരാണ്. അവർ വ്യത്യസ്തരാണ്. ലെബാനോനിലെ വീഞ്ഞു പോലെ അവർ ശ്രേഷ്ഠരാണ്. അതിന്റെ അകത്ത് എന്തുണ്ട്? ശോഭയുള്ള മുത്തുകളുണ്ട്. പഴയ നിയമത്തിൽ ശോഭയുള്ള രത്നങ്ങൾ. അപ്പോൾ ഭക്തന്മാരെ ഉപമിച്ചിരിക്കുന്നത് അതിന്റെ അകത്തെ ശോഭയുള്ള മുത്ത് പോലെയാണ്. പുരോഹിതന്മാരുടെ വസ്ത്രത്തിലെ ആ മാർപ്പതക്കത്തിലെ ശോഭയുള്ള വസ്തു പോലെ ഈ ലോകത്തിൽ ശോഭയുള്ള പ്രകാശിക്കുന്ന വിശുദ്ധിയുള്ള ഭക്തന്മാരെ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ ശോഭയുള്ള, ദൈവം സ്വർഗത്തിൽ നോക്കുമ്പോൾ നമ്മൾ ശോഭയുള്ള ഒരു വ്യക്തിയാണ്. ഈ ലോകത്തിൽ നമ്മൾ പോകുന്നിടത്തൊക്കെ എന്ത് ചെയ്യാണ്? പ്രകാശത്തിന്റെ ശോഭയുള്ള ഒരു ദൈവഭക്തനാണ്. ഹല്ലേലൂയ. നമ്മൾ വ്യത്യസ്തരാണെന്ന് പറയാൻ തനിക്ക് വേണ്ടി വേർതിരിച്ചിട്ട് പറയാൻ കാരണം ഇത് മനുഷ്യർക്ക് അറിയത്തില്ല. പിശാചിന് ഇത് നന്നായിട്ട് അറിയാം. പിശാചിന് അറിയാം. ദൈവത്തിന്റെ ഭക്തന്മാരെ പിശാചിന് എന്ത് ചെയ്യാം? അറിയാം. നമുക്ക് ചിലപ്പോൾ അറിയണമെന്ന് ഇല്ല. അറിയുന്നവരുണ്ട്, ആത്മാവിൽ വെളിപ്പാടിൽ വിവേചനത്തിൽ അറിയുന്നവരുണ്ട്. പക്ഷെ പിശാചിന് നന്നായിട്ട് അറിയാം. അവരുടെ മേലുള്ള ശോഭ, അവരുടെ മേലുള്ള തേജസ്, അവരുടെ മേലുള്ള ഭക്തന്റെ മേലുള്ള അന്തരവ്, ആ ദൈവത്തിന്റെ അഭിഷേകം, ആ സ്തോത്രം, ആ പിശാചിന് നന്നായിട്ട് പറഞ്ഞത് ഇവർ ദൈവത്തിന്റെ ഇവർ ദൈവത്തിന്റെ ഭക്തന്മാരാണെന്നും ഇവർ വേർതിരിച്ചവരാണെന്നും ഇവർ ദൈവത്തിന്റെ ദാസന്മാരാണെന്നും ഇവരുടെ മേൽ ദൈവിക അധികാരമുണ്ടെന്നും ആർക്കറിയാം? നമുക്ക് നമ്മെ പലപ്പോഴും അറിയത്തില്ല. നമ്മളെ കുറിച്ച് ചിലപ്പോൾ മറ്റുള്ളവരും അറിയുന്നതില്ല. പക്ഷെ നമ്മെ കുറിച്ച് നമ്മുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. പിശാചിന് നമ്മളെ കുറിച്ചോട്ട് അറിയാം. പിശാചിന് നമുക്ക് എത്രമാത്രം ആ വ്യത്യസ്തരാണ്, അല്ലെങ്കിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്, അതിന്റെ മഹത്വം നമുക്ക് പലപ്പോഴും അറിയത്തില്ല. വേർതിരിച്ചതോ പോലും നമുക്ക് അറിയത്തില്ല. അത് കാഴ്ചപ്പാട് വിശ്വാസമൊക്കെയാണ്. എങ്കിലും ഞാൻ അത്രയ്ക്ക് സപ്രഷനാണ്, എനിക്ക് ഞാൻ എന്റെ ദൈവം അങ്ങനെ ഒരു ബോധ്യം പോലും ചിലപ്പോൾ നമുക്ക് ഉള്ളവരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭക്തന്മാരെ ദൈവം തനിക്ക് വേണ്ടി സങ്കീർത്തനം 16:3 വരുമ്പോൾ വായിക്കുന്നത് 16 ഭൂമിയിലുള്ള വിശുദ്ധ ശ്രേഷ്ഠന്മാർ
അപ്പോൾ ചിന്തിച്ചു നോക്കി, നമ്മൾ വ്യത്യസ്തതല്ലേ? നമ്മൾ ദൈവം പറയുന്നു നമ്മൾ ശ്രേഷ്ഠന്മാരാണ്, ഭൂമിയിലെ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാർ, വിലയേറിയവരാണ്, എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. എന്ന് പറഞ്ഞാലോ ദൈവം നമ്മൾ ദൈവം പ്രസാദിച്ചാൽ നമ്മൾ ദൈവത്തിന്റെ ഭക്തനാണ്. നമ്മൾ ദൈവം പ്രസാദിച്ചാൽ ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായി മാറി. നമ്മൾ ദൈവം നമ്മളെ അറിയുന്നവരായി മാറി. നാം ദൈവത്തെ അറിഞ്ഞിട്ടില്ല പല കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞിരിക്കാം. നമുക്ക് കൊണ്ടിനെ അറിയാനുള്ള നമുക്ക് പല കാര്യങ്ങൾ അതുപോലെ നാം ദൈവത്തെ അറിഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമ്മെ അറിയാതെ ദൈവം തന്റെ ഭക്തന്മാരെ ദൈവം വിലയേറിയവരായി കണ്ടിട്ട് ദൈവം അവരെ സംരക്ഷണം ചെയ്ത് നിർത്തിയിരിക്കുമ്പോ, ദൈവം അവരെ ശ്രേഷ്ഠന്മാരായി കണ്ടിരിക്കുമ്പോ, ദൈവം അവരെ ഉന്നതരായി കണ്ടിരിക്കുമ്പോ, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. അസാധാരണ ദൈവശക്തി നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേൽ പ്രസാദിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. അല്ലാതെ നമ്മെ മനസ്സിലാക്കുന്ന ഒരു സ്വർഗമുണ്ട്. തിരിച്ചറിയണം. ദൈവത്തിന്റെ നിക്ഷേപമാണ് നമ്മൾ ദൈവത്തിന്റെ എന്താണ് ഞങ്ങൾ തമ്മിൽ വാക്കുകൾ വായിച്ചു. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം. മലാഖി 3:17 ശ്രദ്ധിച്ച 125 വായിക്കാനുള്ളത്. മലാഖി 3:17 അവർ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപം എന്ന് പറഞ്ഞോ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ശേഖരിച്ചു ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുക, മാറ്റിവെക്കുക. ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവരെ എനിക്കൊരു നിക്ഷേപമായി സംസാരിച്ചു. സംസാരിച്ചു ശ്രദ്ധ വെച്ച് കേട്ടു. അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി ഭക്തന്മാർ തമ്മിൽ യഹോവയുടെ നാമത്തെ സ്മരിക്കുന്നവർ തമ്മിൽ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ദൈവം അവിടെ ഒരു സ്മരണയുടെ പുസ്തകത്തിൽ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് ദൈവം കുറിച്ച് വെച്ചിരിക്കുക. അവിടെ സ്മരണയുടെ പുസ്തകമാണ്. എന്നിട്ടാ പറയുന്നത് ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായി. നമ്മുടെ സമ്പത്ത് നമ്മുടെ മക്കളല്ലേ പറയാറുള്ളൂ. നമ്മുടെ ബാങ്കിൽ ഇരിക്കുന്ന നമ്മുടെ എന്താണ് വിശേഷ വസ്തുവിനേക്കാൾ അല്ലെങ്കിൽ എന്താണ് ആദായത്തെക്കാൾ അല്ലെങ്കിൽ ATM-നേക്കാൾ നമ്മുടെ മൊബൈലിനേക്കാൾ നമ്മുടെ കാറിനേക്കാൾ നമ്മുടെ വസ്തുവകകളേക്കാൾ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ മക്കള്. എന്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും നമ്മൾ എന്ത് നഷ്ടപ്പെട്ടു അതൊന്നും വിലയേറെയായിട്ടില്ല. ദൈവം പറയുകയാണ് നിങ്ങൾ എനിക്ക് ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമാണ്. ദൈവം സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വില കൊടുത്ത് മേടിച്ച സമ്പത്താണ് ഞാൻ. അവർ അന്നാളിൽ ആ ദിവസത്തിൽ അവർ ഒരു നിക്ഷേപമായി ദൈവത്തിന്റെ സമ്പത്ത് ഈ ലോകമല്ല കേട്ടോ. ദൈവത്തിന്റെ സമ്പത്ത് ഈ ലോകത്തിലെ ഭക്തന്മാരാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
സമ്പത്ത് നിങ്ങളാണ്. Praise the Lord. Hallelujah. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. കർത്താവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതി. 145 യഹോവയെ 135 സംഗീതം. യാക്കോബിനെ തനിക്കായിട്ട് ഇസ്രായേലിനെ ഒരു നിക്ഷേപമായിട്ട് തിരഞ്ഞെടുത്തിരിക്കും. സ്തോത്രം. അപ്പൊ യാക്കോബിനെയും ഒന്നാണ് ഇസ്രായേൽ. യാക്കോബ് എന്താണ്? ഒന്നാണ്. പക്ഷെ അവരെ ദൈവത്തിലേക്കാണ് നിക്ഷേപമായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു സമയം ജീവനുള്ള യേശുക്രിസ്തുവിന്റെ ജീവനുള്ള രക്തം നൽകി നമ്മെ ദൈവത്തിന്റെ സമ്പത്താണ്. നമ്മുടെ പേരിൽ ദൈവിക അടയാളമുണ്ട്, ദൈവത്തിന്റെ മുദ്രയുണ്ട്. നമ്മുടെ തൊടാനുള്ള പൈശാചിക ശക്തികൾക്ക് കഴിയില്ല, ശക്തികൾക്ക് കഴിയില്ല. നമ്മുടെ കുടുംബത്തെ തൊടുവാനുള്ള പൈശാചിക ആധിപത്യങ്ങൾക്ക് കഴിയില്ല. പൈശാചിക ശക്തികൾ മോചിപ്പിച്ചു വന്നാലോ കഴിയില്ല. ദൈവം തന്റെ സമ്പത്തായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരാണ്, ദൈവത്തിന്റെ സമ്പത്താണ്. സ്തോത്രം. നമ്മെ അറിയുന്നത് സ്വന്തം, നമ്മെ നാം അറിയുന്നത് ദൈവത്തിന്റെ ജീവിതത്തിൽ ശക്തി സ്ഥാപിക്കാം.